So welcome back YouTube. നമ്മുടെ എക്സ്പൾസിൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യാനുള്ള ടൈമായി. ലൈക്ക് ഇത് ഫസ്റ്റ് യൂസ് ചെയ്ത ഓയിലിനാണ് എപ്പോഴും കിടക്കുന്നത്. 8200 കിലോമീറ്റർ ആവാനായി ഇപ്പം. സോ ഒന്ന് ഓയിൽ മാറ്റണം വണ്ടിക്ക്. നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഒരു ഫീൽ ഉണ്ടാവില്ല, ഒരു എന്താ പറയുക, ഒരു ഉണങ്ങിയൊരു ഫീല്, ഒരു ഡ്രൈനെസ്, ഒരു സ്മൂത്ത് ഇല്ലാത്തൊരു ഫീല് വന്ന് തുടങ്ങി വണ്ടിക്ക്. അപ്പം നൈസായിട്ടൊന്ന് ഓയിൽ ചേഞ്ച് ചെയ്ത് ഒന്ന് ലൂബ് ചെയ്ത് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് എക്സ്പൾസിന് ഏത് ഓയിലിടണം, ഏതാ നല്ലത്, മോട്ടൂലാണോ ലിക്കിമോളിയാണോ. അപ്പോൾ അങ്ങനെ നോക്കി വെക്കുമ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, നവനീത് എന്ന് പറഞ്ഞിട്ട്. അപ്പം അവൻ്റെ ഏട്ടനൊരു ചെറിയ ഷോപ്പുണ്ട്. ഇപ്പോൾ ഞാൻ എന്തായാലും ഓയിൽ എടുക്കാൻ പോവാണ്. അപ്പം അവിടെ പോയി ഓയിൽ മേടിച്ചിട്ട് ഏതെങ്കിലും വർക്ക്ഷോപ്പ് കൊണ്ട് കൊടുക്കണം മാറ്റാൻ വേണ്ടിയിട്ട്. ഷോപ്പ് വരുന്നത് ഈ ഭാഗത്ത് എവിടെയോ ആണെന്നാണ് തോന്നുന്നത്. പറഞ്ഞത് അങ്ങനെയാണ്, നോക്കട്ടെ. ഇത് കഴിഞ്ഞിട്ട് എവിടെയോ ആണ്. ഇതിലാണോ? ആ, പെഡ്ലോക്കിൻ്റെ ലാസ്റ്റ് ഷട്ടർ അതാ കിടക്കണം. എഡിനോൾ അത് തന്നെ. സോ ഇതാണ് സാധനം. 10W40 ആണ് ഞാൻ മേടിച്ചത്. 10W30, 10W40. 10W40 വിഷയമില്ലാന്ന് തോന്നുന്നു. 10W40 വെച്ച് 1 ലിറ്റർ വാങ്ങിയത്. 1.2 ആണെന്നാണ് തോന്നുന്നത്. പക്ഷേ ആൾക്കാർ 1 ലിറ്റർ ഒഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഓയിൽ മേടിച്ചു. ഇനി ഇത് എവിടെയെങ്കിലും കൊണ്ട് കൊടുക്കണം. അപ്പം എൻ്റെ വീട്ടിൻ്റെ ആ ഭാഗത്ത് തന്നെ ഒരു വർക്ക്ഷോപ്പുണ്ട്. അവിടെ കൊണ്ട് കൊടുത്തിട്ട് നമുക്ക് നൈസായിട്ട് സാധനം അങ്ങ് മാറ്റാം. ഹൈ ടോർക്ക് വേണ്ടേ, വെസ്റ്റിലാണ് അത് വരുന്നത്, നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജ് റോഡ്, കാലിക്കറ്റ്. ഓയിലെടുത്ത് കൊടുത്താളുടെ അങ്ങനെ നമ്മുടെ എഞ്ചിൻ ഓയിൽ മാറ്റിയിട്ടുണ്ട്. അപ്പം എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ വേറെ ചെറിയ ഫോണിൽ വീഡിയോ എടുത്തിട്ടുണ്ട്, ഞാൻ ക്ലിപ്പിൻ്റെ മേലിടാം. സോ ആദ്യം പുള്ളിക്കാരൻ ബാഷ് പ്ലേറ്റ് ഊരി. ബാഷ് പ്ലേറ്റ് ഊരാതെ നമുക്ക് ഓയിൽ, ലൈക്ക് പഴയ ഓയിൽ റിലീസ് ചെയ്യാം. ബട്ട് ഊരിയിട്ടില്ലെങ്കിൽ ബാഷ് പ്ലേറ്റിൻ്റെ മേലെ ഫുള്ള് ഓയിലായിട്ട് പിന്നെ ബാഷ് പ്ലേറ്റ് ഊരി കഴുകേണ്ട ഒരു അവസ്ഥയായിട്ട് വരും. അപ്പം അതുകൊണ്ട് ആദ്യം ബാഷ് പ്ലേറ്റ് ഊരുക, എന്നിട്ട് നമ്മുടെ നോർമൽ ഓയിലിൻ്റെ അത് ഊരിയിട്ട് ചെയ്താൽ മതി. എഞ്ചിൻ ഓയിൽ മാറ്റിയപ്പോൾ ആദ്യത്തെ നമ്മൾ ആ ഒരു വൈബ്രേഷനൊക്കെ പോയിട്ടുണ്ട്. എന്നാലും ഒരു കൊച്ചു വൈബ്രേഷൻസ് ഉണ്ട്. അത് നമ്മുടെ എന്താ പറയുക, ചെയിനൊന്ന് ലൂബ് ചെയ്താൽ റെഡിയാവും. പിന്നെ വണ്ടിയുടെ എയർ അടിച്ചു. അപ്പം അങ്ങനെ മിനിമൽ മെയിൻ്റെനൻസ് ഒക്കെ കഴിഞ്ഞ്. സോ ഇനി നമുക്ക് ഒരു റൈഡൂടെ പോകാനേ ഉള്ളൂ എവിടേക്കാലും. അതെങ്ങോട്ടാണെന്നാണ് പ്ലാനാണ്. ഒന്നെങ്കിൽ ഒരു ബാംഗ്ലൂർ റൈഡ് അടിക്കണം, അല്ലെങ്കിൽ പിന്നെ നോർമൽ വയനാട് റൈഡ് നോക്കട്ടെ, ഉറപ്പില്ല. സോ എനിവേ, subscribe, share, like the video. Goodbye.